ഗൈസ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബജാജിന്റെ ഓഫീസിലാണ് കേട്ടോ. ബാക്കി ചേട്ടൻ മിണ്ടാണ്ടിക്ക്, ബാക്കി ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം. ഗൈസ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബജാജിന്റെ ഓഫീസിലാണ് കേട്ടോ. ഞാൻ ഇന്ന് എന്റെ ലോൺ ക്ലോസ് ചെയ്യാൻ വന്ന കേട്ടോ. ലോൺ ക്ലോസ് ചെയ്യാൻ വന്നിട്ട് ഒരു 1 ലക്ഷം രൂപയാണ് ഞാൻ ലോൺ എടുത്തത്. അതിൽ എനിക്ക് വന്ന നഷ്ടം എന്ന് പറയുന്നത് 43,000 രൂപയാണ് 7 മാസം കൊണ്ടിട്ടാ. ഇവരുടെ ഞാൻ സംസാരിച്ചു, എനിക്ക് 18% എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ലോൺ തന്നതെന്ന് സംസാരിച്ചിട്ട് ഇപ്പോ അതിന്റെ ഇൻട്രസ്റ്റ് എത്രയായിട്ട് മാറിക്കണമെന്ന് അറിയോ? 32%. നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇവരുടെ ദിവസമാണ് ഇവരുടെ പലിശ കൂടുന്നത്. അത് ഞാൻ ഇവരുടെ ചോദ്യം ചെയ്തപ്പോഴേ ഇവര് പറയുന്നത് ഇതൊന്നും സംസാരിക്കാനുള്ളൊരു സമയം നിങ്ങൾ തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചതാണ്. അവരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വേണമെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ ആ ഫീൽഡ് സ്റ്റാഫിനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അവർ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കാര്യം വന്നിട്ട് ഡീൽ ചെയ്തത്. നിങ്ങൾ ചത്താ പോലും ബജാജിൽ വന്ന് ലോൺ എടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ആര് ചത്താ പോലും അല്ലെങ്കിൽ ആര് വയ്യാണ്ട് കിടന്ന് ചേച്ചൊക്കെ പോവാ, ആര് വയ്യാണ്ട് കിടന്നാൽ പോലും ബജാജിൽ നിന്ന് വന്നിട്ട് ലോൺ എടുക്കരുത്. ഇവര് വ്യക്തമായിട്ടൊരു മണ്ണാങ്കട്ടിയും പറഞ്ഞതില്ല. പൈസ പോണത് നമ്മളെ പോലുള്ള സാധാരണക്കാരാ. സോ നിങ്ങൾ എടുക്കരുത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കിയത്. പിന്നെ ബാങ്കിന്റെ ഉള്ളിൽ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള കാരണം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം കൊടുത്തു. അവരെന്തെങ്കിലും ചെയ്യാൻ വെച്ചാൽ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പുല്ലാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത്. തോന്നിയ സമയത്ത് തോന്നിയ വർത്താനം അവർ പറയാ ഗൈസ്. അപ്പൊ ദയവ് ചെയ്ത് ബജാജിൽ നിന്ന് ലോൺ എടുക്കരുത്, വേറെ എവിടെ നിന്ന് എടുത്താലും.